കപ്പഡോഷ്യ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങളും അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളും മഞ്ഞു മൂടിയ മലനിരകളിലൂടെയുള്ളൊരു ഡ്രൈവും കേവ് ഹോട്ടലിലെ താമസവും എല്ലാം അടങ്ങിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബിബ സ്റ്റോറീസ്. നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താ? ഇനി നമ്മൾ പോകുന്നത് കപ്പഡോഷ്യയിലേക്കാണ്. ഡയറക്റ്റ് കപ്പഡോഷ്യയിലേക്കുള്ള ഫ്ലൈറ്റ് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. സോ ഇസ്താംബുളിൽ വന്നിട്ട് നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുക്കുന്നതാണ് കുറച്ചും കൂടി ചീപ്പായിട്ട് കിട്ടുക. 2 എയർപോർട്ടാണ് മെയിനായിട്ട് കപ്പഡോഷ്യയിലേക്ക് ഉള്ളത്. ഒന്ന് നെവിഷിർ ആൻഡ് മറ്റേത് കൈസരി. ഞങ്ങൾ പോകുന്നത് നെവിഷിറിലേക്കാണ്. അവിടുന്ന് കപ്പഡോഷ്യയിലേക്ക്, അതായത് ഗൊറോമയിലേക്കുള്ള ഡിസ്റ്റൻസ് 41-42 കിലോമീറ്റേഴ്സ് അങ്ങനെയുള്ളൂ. ബട്ട് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് ഫ്ലൈറ്റിന്. ബട്ട് കേസരി ആണെങ്കിൽ കുറച്ച് ചീപ്പ് റേറ്റിന് കിട്ടും. ബട്ട് ഡിസ്റ്റൻസ് ഒരു 72 കിലോമീറ്റേഴ്സോളുണ്ട്. സോ യു ക്യാൻ ഡിസൈഡ് ഏത് ഫ്ലൈറ്റ് എടുക്കണം എന്നുള്ളത്. അതായത് മെയിൻ ഗൊറോമി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കുള്ളതിൻ്റെ ഡിസ്റ്റൻസ് ആണ്. സോ കുറച്ചും കൂടി ചീപ്പായിട്ട് ഫ്ലൈ ചെയ്യണമെങ്കിൽ കേസരി നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ കപ്പഡോഷ്യയിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് കപ്പഡോഷ്യയിൽ വെച്ച് കാണാം. അങ്ങനെ നമ്മൾ സേഫായിട്ട് കപ്പഡോഷ്യയിലേക്ക് എത്തി. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയൊരു എയർപോർട്ടാണിത്. ഭയങ്കര കുഞ്ഞതാണിത്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. കപ്പഡോഷ്യയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കാർ റെൻറ്റിന് എടുക്കുന്നതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ. അതും ഫുള്ള് ഇൻഷുറൻസ് ഉള്ള രീതിയിൽ വേണം കാറ് റെൻറ്റിന് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കാറ് റെൻറ്റിന് എടുക്കുമ്പോഴത്തേക്കും ഒരു 700 പൗണ്ട്, ഏകദേശം 70,000 റുപ്പീസ് നമ്മൾ ഇവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അതും ക്രെഡിറ്റ് കാർഡ് മാത്രമേ ഇവർ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. പിന്നെ കാറിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 12 to 12 ആണ്. നമ്മൾ 12 o'clock കഴിഞ്ഞിട്ട് കാറ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും എക്സ്ട്രാ ഒരു ഡേയിൻ്റെ പേയ്മെൻറ്റ് കൂടി നമ്മൾ ചെയ്യേണ്ടി വരും. റെൻറ്റ് ചെയ്യുന്ന ഡീലേഴ്സിന് നമുക്ക് ഈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ കാറ് ഇതിൻ്റെ എയർപോർട്ടിൻ്റെ പാർക്കിംഗ് തന്നെ കിടപ്പുണ്ടാവും. നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഇവിടെ വാലിഡ് ആണ്. നമുക്കതുകൊണ്ട് ഇന്ത്യൻ ലൈസൻസ് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ട്രാവൽ ചെയ്യാവുന്നതാണ്. കാറ് കിട്ടിയതിന് ശേഷം എന്തായാലും കാറ് നിങ്ങൾ മൊത്തത്തിലൊരു വീഡിയോ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് അത് നിങ്ങളുടെ തലയിൽ വരരുത്. അതുകൊണ്ട് എപ്പോഴും എടുക്കുന്നതിന് മുമ്പായിട്ടൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഡ്രൈവർ സ്പൾബർ. ഡ്രൈവർ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഡ്രൈവർ, റോഡൊക്കെ എങ്ങനെയുണ്ട് ഡ്രൈവിങ്ങിന്? റോഡൊക്കെ അടിപൊളി, നൈസ് റോഡാണ്. ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്? സ്മൂത്ത് ആണോ?
വ്യൂ കേട്ടോ അല്ലേ. നമ്മൾ കപ്പഡോഷ്യയിൽ താമസിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു മല തുരന്നിട്ട് കേവ് പോലെ ആക്കിയിട്ടുള്ള ഒരു ഹോട്ടലിലാണ്. കപ്പഡോഷ്യയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കേവ് ഹോട്ടലിൽ തന്നെ താമസിക്കുക. മറ്റ് ചീപ്പായിട്ടുള്ള ഹോട്ടൽസൊക്കെ കാണുമായിരിക്കും, ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ് കേവ് ഹോട്ടൽ തന്നെ താമസിക്കണം. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. സോ ഞങ്ങൾ അവിടെയുള്ളൊരു കേവ് ഹോട്ടലിലാണ് താമസിച്ചത്. കേവ് ഹോട്ടൽ എന്ന് പറയുന്നത് പാറയൊക്കെ തുരന്ന് അതൊരു ഹോട്ടലായിട്ട് മാറിയതാണ്. ഇതിൻ്റെ ഓരോ ഫർണിച്ചറുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടാണ്. ഇതിൻ്റെ സീലിങ്സും പിന്നെ ഈ ബെഡ്റൂമിൻ്റെ സൈഡിലുള്ള സംഭവങ്ങളും ഈവൻ ഇതിനുള്ളിൽ ആർച്ച് പോലെ ഉണ്ടാക്കിയിരിക്കുന്നതും പിന്നെ ഓരോരോ റൂമുകൾ സെപ്പറേറ്റ് ചെയ്തേക്കുന്നതും എല്ലാം ഇങ്ങനെ പാറ തുറന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു പ്രത്യേകതരം അനുഭവം തന്നെയാണ് ഇതിനുള്ളിൽ താമസിക്കുക എന്ന് പറയുന്നത്. എന്തായാലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമായാലും ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു കേവ് ഹോട്ടലിലൊക്കെ താമസിക്കുക. ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഫാമിലി കേവ് സ്യൂട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതിൽ 2 ബെഡ്റൂം വരുന്നുണ്ട്, കൂടാതെ തന്നെ ഒരു ലിവിങ് സ്പേസ്, വാഷ്റൂം ഒക്കെ വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. പെർ ഡേ ഇതിനുള്ള ചാർജ് 30 പൗണ്ട് ആണ്, ഏകദേശം 3000 രൂപയാണ്. ഈ ഒരു പൈസക്ക് ഇത് നല്ലൊരു വെർത്തായിട്ടുള്ള ഒരു സ്റ്റേ തന്നെയാണ്. പുതിയ കപ്പഡോഷ്യ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.